നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി പാസ്ത ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ പാസ്ത വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോഴേ നമ്മുടെ പാസ്ത ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനങ്ങനെ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാത്രം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇതാ ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കാം. ഇതാ ഇതുപോലെയുള്ള മാക്രോണിയില്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 8 മിനിറ്റോളം എടുക്കുന്നുണ്ട് ഇത് വേവാനായിട്ട്. ഒരു 90-95% വരെ വെന്താൽ മതി, ഫുള്ളായിട്ട് വെന്ത് പോകണ്ട. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇവിടെ വെന്ത് വന്നോ നമുക്ക് നോക്കാം. അപ്പോൾ അത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ക്യൂബ് ബട്ടർ, ഇത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 8 അല്ലി, വലിയ അല്ലിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ, വെളുത്തുള്ളി. ഇത് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞെടുത്തത്, അല്പം ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് ഫ്രൈ ആകണ്ട, നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നാൽ മതി. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഒരു തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതിവിടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരണം. ഇതിവിടെ ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പച്ചമണമൊക്കെ മാറി വന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തു. മൈദ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഈ പാല് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടും. ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഇത് കുറച്ച് പാല് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ 1 കപ്പ് പാല് മുഴുവനായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 2-3 തവണയായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം, എരിവിന് ആവശ്യത്തിന്. ഞാൻ അല്പം കൂടി അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ഉപ്പിൻ്റെ അളവ് ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറവായിരുന്നു, ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ പാസ്തയിൽ കുറച്ച് ഗ്രേവി കുറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാസ്ത വേവിച്ച കുറച്ച് വെള്ളം നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ആ വെള്ളത്തിൽ നിന്ന് ഒരു 1/4 കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഷ് ക്രീം, ഞാൻ വീട്ടിൽ നിന്ന് പാൽപ്പാടയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫ്രഷ് ക്രീമാണ് കേട്ടോ. അത് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ എരിവ് അല്പം കുറവാണ്, അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക്
ഒരല്പം മാത്രം മല്ലിയില തൂവി കൊടുക്കുക. നമ്മൾ ഒരുപാട് മല്ലിയില തൂവണ്ട, ഒരല്പം മാത്രം മതി. അതും നിർബന്ധമില്ല. മല്ലിയില നമ്മൾ ഓവറായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ഇന്ത്യൻ ഫുഡിൻ്റെ രീതിയിലായിപ്പോൾ നമ്മളത് ഇന്ത്യൻ അല്ല. അതുകൊണ്ട് അത്രയും കുറച്ച് മാത്രം മതി. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമായി. താങ്ക്